ലിജോനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അറസ്റ്റ് ചെയ്തോളൂ, കൈ നീട്ടിക്കോളൂ. യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റ് വരിച്ചിരിക്കുന്നു. പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി, you have done a beautiful job in Amin. Congratulations. Thank you. Now tell me, ഈ സിനിമയിൽ ചില അനാവശ്യ പ്രയോഗങ്ങൾ സംസാരത്തിലും സ്ലാങ്ങിലും ഭാഷയിലും വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും? വന്നിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ട കുമരങ്കരിയിൽ ഈ വേർഡ്സ് സംസാരിക്കുന്ന ആളുകൾ, കളിയിടുന്ന ആളുകൾ, ഇതൊക്കെ ഉള്ള ഒരു ഗ്രാമം തന്നെയാണ് കുമരങ്കരി. അത്തരത്തിൽ ആ ഗ്രാമത്തെ കണ്ട് ആസ്വദിക്കുന്ന പൂർണ്ണ മനസ്സോടുകൂടി അത് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ് ആമേൻ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിലിം ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുന്ന സീൻ പോലും അതിനുവേണ്ടി ഞാൻ വെച്ചിട്ടുള്ളൊരു സീനാണ്. ഒരു മുഖം മൂടിയും വെച്ച് ആമേൻ കാണാനിരിക്കേണ്ട. യു ജസ്റ്റ് കം ഇൻസൈഡ് ദി തിയേറ്റർ, സിറ്റ് വിതൗട്ട് എനി ഹിപ്പോക്രസി. ഇത്തരം വാക്കുകൾ ഇല്ലായിരുന്നുവെങ്കിലും സിനിമയുടെ സൗന്ദര്യം നഷ്ടപ്പെടുമായിരുന്നു. അല്ല, ഇത്തരം വാക്കുകൾ ഉള്ളത് കൊണ്ട് സിനിമയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് മറിച്ച് ചിന്തിക്കേണ്ട. നെറ്റ് ചുളിക്കുന്ന ആരെയും കണ്ടില്ല. നെറ്റ് ചുളിക്കുന്ന ഒരുപാട് പേരെ കണ്ടു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ക്ലാസിക്സ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ബുക്സ്, ഏതൊരു ബുക്കും എടുത്ത് നോക്കിയോളൂ. വേരുകൾ മുതല്, കസാക്ക് മുതല്, മഴഴിപ്പുഴയുടെ തീരങ്ങളിൽ മുതല്, സക്കറിയയുടെ ലിറ്ററേച്ചർ മുതല്, VK ലിറ്ററേച്ചർ മുതൽ, ഇവയിലെല്ലാം വളരെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുള്ള തരത്തിലുള്ള വാക്കുകളും അശ്ലീലവും തന്നെയാണ്. അതിൽ നിന്നൊക്കെ വളരെ കുറവായിരിക്കും ഒരു പക്ഷേ നമ്മുടെ സിനിമയിലുള്ളത്. വാട്ട് ഈസ് ദ ഹെയർലൈൻ ഡിഫറൻസ് ബിറ്റ്വീൻ ശീലവും അശ്ലീലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങനെയാണെങ്കിൽ ശീലം നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. അശ്ലീലം നമ്മൾ ചില സമയത്ത് അത് കാണുമ്പോൾ ഓക്കെ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നതുകൊണ്ട് പലരെയും, അശ്ലീലം എന്ന വാക്ക് തന്നെ ആക്ച്വലി ഓരോരുത്തരും അത് കാണുന്ന പോലെയാണ്. ഞാൻ കാണുന്ന അശ്ലീലം ആയിരിക്കില്ല ഒരുപക്ഷെ ഷാൻ കാണുന്നത്. ഷാന്റെ അശ്ലീലം എന്റെ അശ്ലീലം ആയിരിക്കില്ല. ശീലം ഇസ് പബ്ലിക് ആൻഡ് അശ്ലീലം ഇസ് പേഴ്സണൽ ആയിരിക്കാം. എന്തുകൊണ്ട്? അതായത് നമ്മൾ ഭരതൻ സാറും പത്മരാജൻ സാറും KG ജോർജ് സാറും ഒക്കെ ഫിലിംസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ ഓപ്പൺ ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് രതി നിർവേദം പോലുള്ളൊരു സിനിമ ഫാമിലി ഓഡിയൻസ് പോയിരുന്ന് കാണുക, തകരയും അത്തരത്തിലുള്ള പത്മരാജൻ സാറിന്റെ സിനിമകളും എല്ലാം വളരെ ഓപ്പൺ മൈൻഡോട് കൂടി എൻജോയ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓഡിയൻസ് എന്തുകൊണ്ട് പെട്ടെന്ന് ഒരു ഇടക്കാലം കൊണ്ട് ഭയങ്കര ഹിപ്പോക്രസി കാത്തു സൂക്ഷിക്കുന്നു? അന്നാ നമ്മൾ പേപ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 പീഡന കേസും ഈ വക ഐറ്റംസ് ഒക്കെ ഉണ്ടാനും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഞാൻ. പക്ഷെ ഇതിപ്പോ എല്ലാ സിനിമയിലും ഒരു ടൂളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ആ ടൂൾ റോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിന് പ്രശ്നം. അതായത് വേറെ ആരോ ഈ ഇത്തരത്തിൽ ഉള്ള പ്രയോഗങ്ങളെ റോങ് ആയിട്ട് യൂസ് ചെയ്തതുകൊണ്ട് എന്റെ സിനിമയിൽ അത് റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ലെന്നില്ലല്ലോ. അതാണ് അതിൽ ഡിഫറൻസ്. ഞാനിതിൽ ആമേനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് പോലും അതിലെ എൻറ്റയർ സിനിമയെ ഒരു സ്ഥലത്തും ഹിൻഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. And that is Lijo Jose Pallisheri with me on Club FM. Star Jam. Ton Kanagina. Fun. You are under arrest. Let's talk about cinema, critics, criticism and censor board. ഉറപ്പായിട്ടും എൻ്റെ കൂടെ യു ആർ അണ്ടർ അറസ്റ്റിലുള്ളത് ലിജോ ജോസ് പെല്ലിശ്ശേരി. കഴിഞ്ഞ ആഴ്ച ഒരു ഡയറക്ടർ ജോയ് മാത്യു, ഷട്ടറിന്റെ ഡയറക്ടർ വന്നപ്പോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറഞ്ഞു, സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർക്ക് വിവരമില്ലാന്ന്. ആസ് എ ഡയറക്ടർ വാട്ട് യു തിങ്ക്? അല്ല, അൺനെസറി സെൻസർ റൂൾസ് ഉണ്ടെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അതായത് ഈ സിഗരറ്റ് വലിയും മദ്യപാനവും പോലെയുള്ള കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് പബ്ലിക്കിൽ വിൽക്കുകയും ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ എന്തുകൊണ്ട് സിനിമ സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആവുന്നു എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പിന്നെ ഈ വേർഡ്സിന്റെ ഉപയോഗം, അത് നെസസറി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തെറിക്ക് പകരം നമുക്ക് വേർഡ്സ് ഇല്ല. ഇംഗ്ലീഷിൽ സേ ബീപ്പ് ചെയ്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. മലയാളത്തിൽ നമ്മൾ അതിന് ചേരുന്നൊരു തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് കേട്ടിരിക്കാൻ. അപ്പോൾ ഇംഗ്ലീഷിൽ കാണുമ്പോൾ കൈയടിക്കുകയും മലയാളത്തിൽ അത് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമലി ഹിപ്പോക്രസി എന്ന് കാണുന്നത്. മലയാള സിനിമയിൽ ഇംഗ്ലീഷിൽ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെയാണ് സുരേഷ് ഗോപി പണ്ട് പറഞ്ഞൊരു വാക്ക് മലയാളീകരിച്ചാണ് പലരും ഇപ്പോൾ മലയാള സിനിമയിൽ പറയുന്നത്. അല്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയും, ഇപ്പോൾ ഇതേ സെയിം കാര്യം ഷിറ്റ് എന്ന് പ്രയോഗിച്ചപ്പോൾ ആളുകൾക്ക് അത് വളരെ ക്ലാസിക് ആയിട്ട് തോന്നി. ഞാൻ എന്റെ ഫിലിമിലെ ഓപ്പണിംഗ് സീനിൽ എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്തിനാണ് അത് ആ ബുദ്ധിമുട്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും കോൺഫിഡൻസ് സംസാരിക്കുമ്പോൾ ഒരു ചോദ്യം, ഡയറക്ടറിന്റെ കോൺഫിഡൻസ് കൂട്ടുന്നത് സിനിമ ഹിറ്റ് ആകുമ്പോഴാണ്? ഉറപ്പായിട്ടും സിനിമയെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു പരിധി വരെ ഒരു ഡയറക്ടറിന് കൂടുതൽ ഫ്രീഡം തരും. സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീഡം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അയാൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള സിനിമകൾ എടുക്കാനുള്ള കൂടുതൽ ഫ്രീഡം തരും. ഡെഫിനറ്റ്ലി അതൊരു കോൺഫിഡൻസ് ഉണ്ടാക്കും. ആമേൻ എന്നുള്ള മൂവിയുടെ വിക്ടറി ലിജോനെ സംസാരിക്കാനും വിപുലീകരിക്കാനുള്ള കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അല്ല, ഞാൻ പേഴ്സണലി ഞാൻ തീർത്തും സംസാരിക്കാതിരുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ഞാൻ സിനിമകൾക്കിടയിൽ ഞാൻ സംസാരിക്കാറില്ല. സാധാരണ ഞാനൊരു സിനിമ ഇറക്കിയ ശേഷമാണ് ആ സിനിമയെ കുറിച്ച് ഞാൻ സംസാരിക്കാറുള്ളൂ. ഇമാജിൻ ആമേൻ പിന്നെ ഇത്രയും വലിയ സക്സസ് ആയില്ലായിരുന്നുവെങ്കിൽ, പഴയ ചിത്രങ്ങളുടെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു ലിജോയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡും സ്റ്റേറ്റസും? സെയിം തന്നെ ആയിരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് വലിയ ഒരു വ്യത്യാസവും സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു അതിനകത്ത്. കാരണം അതായത് മുൻപ് സിനിമകൾ പരാജയമായതുകൊണ്ട് ആമേനിലേക്ക് എത്തുകയോ ആമേൻ വിജയമായതുകൊണ്ട് നെക്സ്റ്റ് മൂവിയിലേക്ക് ഞാൻ കടക്കുകയോ ചെയ്യുന്നില്ല. അത് തന്നെയാണ് എന്റെ ഫാക്ട്. Perfect answer. Okay, great. I loved it. Superb. Ton Gadagara. Fun. Star Jam.
RJ Sean. ഹായ്, ഞാൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, സ്റ്റാർ ജാമിൽ. വെൽക്കം ബാക്ക് ടു മൈ ഷോ. താങ്ക് യു. ഇപ്പൊ ലിജോ സ്കൂൾ ഓഫ് ഫിലിം സ്റ്റഡീസിൽ ഒരാൾ പഠിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ പാഠം? പങ്ക്ച്വാലിറ്റി, ടൈമിങ്. അതായത് 1 മിനിറ്റ് പോലും നമുക്ക് കളയാനില്ല സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ചും. അതായത് എക്സ്ക്യൂസസ് ഇല്ല സിനിമ മേക്കിംഗിൽ, കോംപ്രമൈസസ് ഇല്ല. ആക്ച്വലി വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ആ പ്രോഡക്റ്റ് നന്നാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്നും നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ക്യൂസ്, കാണിക്കുന്ന ഒരു കോംപ്രമൈസ് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ആളുകൾ അത് പറഞ്ഞു ചിരിക്കുന്നത് ഞാൻ കാണേണ്ടി വരും തിയേറ്ററിലിരുന്ന്. അപ്പൊ എനിക്കത് ഞാൻ അത് കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിങ്സ് ഷുഡ് ബി പെർഫെക്റ്റ്, തിങ്സ് ഷുഡ് ബി അൺകോംപ്രമൈസ്ഡ്. അങ്ങനെ ഒരു തിയറിയിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. So final question, you are a tough filmmaker, true or false? അതെനിക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ ഐ മീൻ ദാറ്റ്സ് അക്കോർഡിംഗ് ടു പീപ്പിൾ ഹു വർക്ക് വിത്ത് മീ. ഇഫ് ദേ ആർ ഡൂയിങ് ദേ വർക്ക് പെർഫെക്റ്റ്, ഐ എം എ വെരി ഈസി ഗോയിങ് ഗായ്. ഉറപ്പായിട്ടും. അല്ലാതെ എനിക്ക് ഐ മീൻ ഐ ഹാവ് ടു ഗോ ദ ഹാർഡ് വേ അറ്റ് ടൈംസ്. ഒരു സിനിമ നന്നാവണമെങ്കിൽ ക്യാമറ നന്നാവണം, ട്രൂ ഓർ ഫാൾസ്? ക്യാമറ വർക്ക് അതിൻ്റെ ഒരു മേജർ പാർട്ടാണ് നന്നാവണം എന്നുള്ളത്. അതിൻ്റെ റീസൺ, നമ്മൾ പേഴ്സണലി ഒരു ഡയറക്ടർ അയാളുടെ വിഷനാണ് സിനിമാറ്റോഗ്രാഫറുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സിനിമാറ്റോഗ്രാഫർ ആ വിഷൻ അതേപോലെ കാണണം, അതേ ലൈറ്റിൽ കാണണം, അതേ കളേഴ്സിൽ കാണണം, അതേ എല്ലാം അതായിരിക്കണം. കുമരങ്കരി എനിക്ക് രാത്രി കുമരങ്കരിയെ കാണേണ്ടത് മൂൺ ലൈറ്റിലാണെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. എനിക്കത് എങ്ങനെ അഭിനന്ദൻ ചെയ്യും എന്ന് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ മൂൺ ലൈറ്റ് ഞാൻ റെഫറൻസസ് കാണിച്ചു, ഇതാണ് കുമരങ്കരി രാത്രി കാണുന്ന രൂപം. അതിനകത്ത് ടോർച്ച് ആൾക്കാരുടെ മുഖത്തേക്ക് അടിച്ച പോലെ മൂൺ ലൈറ്റ് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞപ്പോൾ he made it happen. Like it was so beautiful to watch it on screen, like in moonlight, people speaking, like so beautiful. Well, he is a man of his words. He is Lijo Jose Pallisheri on Club FM. Star Jam. Done ganagina. Fun. Star Jam with RJ Sean. Well, എന്റെ കൂടെ ഉണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി. 3 hours with me on Star Jam. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ജാം കൂട്ടി നമുക്ക് ബ്രെഡ് കഴിച്ചൊരു ഫീലിംഗ് ഉണ്ടായി. ഫൈനൽ ക്വസ്റ്റ്യൻ. ഇപ്പൊ മലയാള സിനിമയിൽ ലിജോ ജോസ് പല്ലിശ്ശേരി എന്നുള്ളൊരു പ്രോമിസ് ഉണ്ട്. സോ ഈ പ്രോമിസിന്റെ ഹെവിനെസ്സിൽ ചോദിക്കുകയാണ്, സിറ്റി ഓഫ് ഗോഡ് ഇന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ ആളുകൾ അറ്റ്ലീസ്റ്റ് അത് കാണാൻ തയ്യാറാവും എന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ കണ്ട ഒരു ഹാങ് ഓവറിൽ അങ്ങനെയെങ്കിലും ആളുകളിലേക്ക് ആ സിനിമ എത്തണം. അറ്റ്ലീസ്റ്റ് കുറെ ആളുകൾ അത് അതിന്റെ ഒരു DVD എങ്കിലൊക്കെ തപ്പിയെടുത്ത് കാണുന്നുണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. And did you really feel sad for City of God? Of course, I really felt sad. വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു കുറച്ച് നാളത്. പിന്നെ അത് പതുക്കെ ഇന്ന് നമ്മൾ പുതിയ ബുക്സ്, പുതിയ സിനിമകൾ കാണുന്നു. പിന്നെ നമ്മളൊരു റിയലൈസേഷനിലേക്ക് എത്താണ്. ഐ മീൻ ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് ദ സെക്കൻഡ് സിനിമ ഓർ സിറ്റി ഓഫ് ഗോഡ്. ഇറ്റ്സ് അബൌട്ട് ദ നെക്സ്റ്റ്. അത് ഓരോന്നിലേക്കുള്ള ജേർണി തന്നെയാണ് അതിലെ ഇമ്പോർട്ടൻസ്. അച്ഛൻ ജോസ് പല്ലിശ്ശേരി കണ്ടിട്ടുള്ള സിനിമയിൽ നിന്നും ഇന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി കാണുന്ന സിനിമയ്ക്ക് എത്ര ദൂരമുണ്ട്, എത്ര ഡിഫറൻസ് ഉണ്ട്? ദാറ്റ്സ് മൈ ഫൈനൽ ക്വസ്റ്റ്യൻ. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരു തരത്തിലുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിച്ച ആൾക്കാർ. ഞാൻ ബേസിക്കലി ഞങ്ങളുടെ രണ്ടുപേരും ഡിസ്കഷൻസ് എല്ലാം ഒരേ കാര്യങ്ങളെ കുറിച്ച്, സിനിമകളെ കുറിച്ചും ബേസിക്കലി ആ ഒരു കാലഘട്ടത്തിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഇൻ ടേംസ് ഓഫ് ടെക്നോളജി മേ ബി ഇറ്റ്സ് മച്ച് ബിയോണ്ട്. ഇൻ ടേംസ് ഓഫ് തോട്ട്സ്, ഐഡിയാസ്, ഇതെല്ലാം ആക്ച്വലി ഞങ്ങൾ സംസാരത്തിലൊക്കെ ഷെയർ ചെയ്തിരുന്നത് ഓൾമോസ്റ്റ് വളരെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അച്ഛനിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എന്താ സിനിമയെ കുറിച്ച്? അച്ഛനെ സിനിമയിൽ നിന്ന് ഉള്ളൊരു പഠനമല്ല എനിക്ക് സംഭവിച്ചത്. പുള്ളി വളരെ വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു, നല്ല രീതിയിൽ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളായിരുന്നു. നോട്ട് ബീങ് ഡിപ്ലോമാറ്റിക്, ഹി ഹാസ് ഹിസ് വേ ഓഫ് പ്രസന്റിങ് തിങ്സ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഫാദറിന്. പക്ഷെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വളരെ അൺഓർഗനൈസ്ഡ് ആണ്. വളരെ ചിട്ടയായിട്ടുള്ളൊരു രീതി എനിക്കില്ല. അത് പുള്ളി എന്നെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. അത് സത്യമാണ്. സത്യത്തിൽ ഇപ്പോഴും എനിക്കതില്ല. എനിക്കറിയാൻ പറ്റില്ല, ഒരു പക്ഷേ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടെന്ന് തോന്നുന്നു ചിട്ട തീരെ ഇല്ലാതായപ്പോയത്. സാധാരണ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കേണ്ടത്, ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ ലിജോ അടുത്ത സിനിമ നമ്മൾ നന്നാവട്ടെ. അതെ, നന്നാവാൻ വേണ്ടി ഞാൻ കൂടി പ്രാർത്ഥിക്കാം. ആമേൻ ആമേൻ. Well, Club FM, that's ലിജോ ജോസ് പെല്ലിശ്ശേരി on Star Jam. Ton കണക്കിന് fun. Ton കണക്കിന് fun.